പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, സോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് മൊഡ്യൂലർ പ്രോഗ്രാമിംഗ്. മൊഡ്യൂൾ എന്നുള്ളൊരു ടേം നമ്മളെവിടെ കേട്ടിരിക്കുന്നത്, ഓരോ സബ്ജക്റ്റിനും ഓരോ മൊഡ്യൂൾസ് ഉണ്ട് അല്ലേ. ഇപ്പം FOC പഠിക്കുവാണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് C പഠിക്കുവാണെങ്കിലും 4 മൊഡ്യൂൾസാണ് ഉള്ളത്, 4 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 4 സെഷൻസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കോൺകർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഓരോ മൊഡ്യൂൾസും 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം അല്ലേ, നമ്മളത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു സെയിം കോൺസെപ്റ്റാണ് മൊഡ്യൂലർ പ്രോഗ്രാമിങ്ങിലുള്ളത്. സോ മൊഡ്യൂലർ പ്രോഗ്രാമിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സബ്ഡിവൈഡിങ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇൻ ടു സെപ്പറേറ്റ് സബ് പ്രോഗ്രാംസ്. ഓക്കെ, സോ ഇതൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ടെക്നിക്കാണ്. ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, സെപ്പറേറ്റിംഗ് ദ ഫങ്ഷണാലിറ്റി ഓഫ് എ പ്രോഗ്രാം ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർചേഞ്ചബിൾ മൊഡ്യൂൾസ് such that each contains everything necessary to execute only one aspect of the desirable functionality. അതായത് നമ്മുടെ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട്, ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്കതിനെ ഇൻ്റർചേഞ്ചബിൾ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അന്നേരം ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മൊഡ്യൂൾസ് അല്ലെങ്കിൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൊഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മൊഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മൊഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൊഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോഴേക്കും അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു കോഡിംഗ് പ്രോസസ്സിനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പം ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സെക്ഷൻ പഠിക്കുമ്പോഴേക്കും അത് എവിടെയാണ് ഉള്ളത്, എന്താ നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരു മൊഡ്യൂൾ പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആണെങ്കിൽ നമ്മൾ ആ സെക്ഷൻ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ദിസ് approach allows simplicity as rather than focusing on the entire thousands and millions of lines of code in one go, and we can access it in the form of modules. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് കുറേ ലൈൻ ഓഫ് കോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഓരോ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആക്കുവാണെങ്കിൽ നമ്മളതിനകത്ത് എന്തെങ്കിലും അഡീഷൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് കൊണ്ടുവരാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ പെട്ടെന്ന് നമുക്ക് ആ സെക്ഷനിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക ഇൻ ദ സെൻസ് എന്താണ്, നമുക്ക് എറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താണെങ്കിൽ മൊഡുലാർ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ ഇപ്പോൾ ഒരു മൊഡ്യൂൾ, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ചിലപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ പൈത്തണിലും ഉണ്ട്, സിയിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 മൊഡ്യൂളും നമുക്ക് രണ്ടിടത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് റീയൂസബിലിറ്റി. ഒരു മൊഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡിൻ്റെ റീയൂസാണ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു മൊഡ്യൂൾ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ മൊഡ്യൂളിൻ്റെ ഓപ്പറേഷൻസ് വേറെ എവിടെയെങ്കിലും വേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ആ മൊഡ്യൂൾ ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. നമ്മൾ വീണ്ടും അതിനെ റീബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. നമുക്കതിനെ എന്ത് ചെയ്താൽ മതി, റീയൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ പ്രോഗ്രാം മൊഡ്യൂൾ ഈസ് കേപ്പബിൾ ഓഫ് ബീങ് റീയൂസ്ഡ് ഇൻ എ പ്രോഗ്രാം വിച്ച് മിനിമൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിഡൻഡൻറ്റ് കോഡ്സ്. അതായത് കോഡിനെ വീണ്ടും നമ്മൾ റീബിൽഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കതിനെ എന്ത് ചെയ്താൽ മതി, റീയൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഡിൻ്റെ മാനേജബിലിറ്റി, അതായത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസൊക്കെ മാറ്റുന്നുണ്ട്, നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതെന്ന് പറയുമ്പോഴേക്കും അതായത് മൊഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഈസ് ഓഫ് യൂസ് ആണ്. പിന്നെ ഈസ് ഓഫ് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതേപോലെ തന്നെ നമുക്ക് എറേഴ്സ് വരുവാണെങ്കിൽ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കോഡിനെ നമ്മൾ ഫുള്ളായിട്ട് റീബിൽഡ് ചെയ്യേണ്ട, നമ്മളതിനെ റീയൂസ് ചെയ്താൽ മതി. പിന്നെ മാനേജബിലിറ്റി എന്തായാലും ഓട്ടോമാറ്റിക്കലി ഇത്രയും ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് എന്തായിരിക്കും, എൻഹാൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ മൊഡുലാർ കോൺസെപ്റ്റിൽ നമ്മൾ സിയിലേക്ക് വരുന്ന സമയത്ത് മൊഡുലാരിറ്റി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ബൈ യൂസിങ് ഫങ്ഷൻസ് ആണ്. അതായത് ഫങ്ഷൻസ് ഒരു കോൺസെപ്റ്റാണ് എന്ത് ചെയ്യുന്നത്, മൊഡുലാരിറ്റി നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫങ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എഴുതുന്ന എല്ലാ കോഡിനകത്തും എന്ത് കാണും, നമ്മൾ ഓൾറെഡി ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റ് മെയിൻ അല്ലെങ്കിൽ വോയിഡ് മെയിൻ എന്നൊരു ഫങ്ഷൻ എഴുതും അല്ലേ. സോ ദിസ് ഈസ് ദ മിനിമം ഫംഗ്ഷൻ വിച്ച് ഈസ് റിക്വയർഡ് ഇൻ എ പ്രോഗ്രാം. നമ്മുടെ എല്ലാ പ്രോഗ്രാമിനകത്തും മിനിമം ഒരു ഫംഗ്ഷനെങ്കിലും ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷനെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്നോ വിളിക്കും അല്ലേ. അത് ഇൻറ്റ് മെയിനോ അല്ലെങ്കിൽ വോയിഡ് മെയിനോ ആവാം. ദെൻ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്. ഇനി ഫംഗ്ഷൻസ് തന്നെ 2 രീതി വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻസ് എന്ത് പെർഫോം ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല. അതായത് ആസ് എ യൂസർ ആ ഫംഗ്ഷൻസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്കറിയത്തതേ ഇല്ല. നമുക്ക് എന്ത് മാത്രമേ അറിയത്തുള്ളൂ, ആ ഫംഗ്ഷൻ്റെ പേര് കാണും, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമുക്കതിനെ സിംപ്ലി യൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനേ ഉള്ളൂ. ഓക്കെ, സോ അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. സോ നമ്മൾ യൂസ് ചെയ്യുക, ഫോർ എൻ എക്സാമ്പിൾ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കാൻഎഫ്, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന printf, ഇതൊക്കെ എന്താണ്, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ എ ഹെഡർ ഫയൽ. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് ഫംഗ്ഷൻ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ടു സെൻഡ് ഫോർമാറ്റഡ് ഔട്ട്പുട്ട് ടു ദ സ്ക്രീൻ അല്ലെങ്കിൽ ടു ഡിസ്പ്ലേ ദ ഡേറ്റ ടു ദ സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി.
അതേപോലെ തന്നെ പിന്നെ നമുക്ക് സ്കാൻഫ് യൂസ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ടു റീഡ് ദ വാല്യൂസ് ഫ്രം ദ കീബോർഡ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് SQRT എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണ്, SQRT. അത് നമ്മളല്ല അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അത് SQRT കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, strlen. നിങ്ങൾ ഓൾറെഡി സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ strlen യൂസ് ചെയ്യുന്നുണ്ട്, strcmp യൂസ് ചെയ്യുന്നുണ്ട്, strrev യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്താണ്, ഫംഗ്ഷൻസിന്, ഇൻബിൽഡ് ഫംഗ്ഷൻസിന് എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്. ഓക്കെ, സോ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്താ, അതൊക്കെ എന്താണ് നമ്മൾ അല്ലെങ്കിൽ യൂസേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഫംഗ്ഷൻ ദാറ്റ് വി ഡിഫൈൻ, അതായത് ആസ് ദ യൂസർ വി ആർ ഡിഫൈനിങ് ദ ഫംഗ്ഷൻസ് ടു ഡു സ്പെസിഫിക് ടാസ്ക്. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ആരായിരിക്കും, യൂസർ ആയിരിക്കും. ഇനി യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം വിൽ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്, മെയിൻറ്റെയിൻ ആൻഡ് ഡീബഗ്. ആക്ച്വലി ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ റീയൂസബിൾ കോഡ്സ് കിട്ടും നമുക്ക്. പിന്നെ ലാർജ് പ്രോഗ്രാമിനെ നമ്മൾ സ്മോൾ മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പ്രോഗ്രാമറിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഒരു കോഡിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻലി എന്ത് വേണം, ആ ഫംഗ്ഷൻ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഡിക്ലറേഷൻ വിളിക്കുന്ന പേരെന്താണ്, പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കും. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് വേണം, ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം, ഫംഗ്ഷൻ കോഡ് വേണം. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പറയാം.